പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റുകളെ സംബന്ധിച്ചും മത്സരങ്ങളെ സംബന്ധിച്ചുമാണ്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസിന് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ റസൽമേനിയ 41 ശേഷം ബിയാങ്ക ബെലേറിൻ്റെ ആദ്യ അപ്പിയറൻസ് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബിയാങ്ക ബെലേർ റിട്ടേൺ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ട് അവർ നടത്തുന്നുണ്ട് എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള 2 മത്സരങ്ങൾ അത് MITB ലാഡർ മത്സരങ്ങളിലേക്കുള്ള ക്വാളിഫൈ മത്സരമാണ്. അതിൽ ഒന്നാമത്തേത് വുമൻസ് ലാഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ പങ്കെടുക്കുന്ന റെസ്ലേഴ്സ് നയ ജാക്സ്, ജേഡ് കാർഗിൽ, നയോമി, ഈ 3 പേരും തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ്. മെൻസിൻ്റെ ലെറ്റർ മത്സരത്തിലേക്ക് നടക്കുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈയിങ് മത്സരത്തിൽ ആൻഡ്രാഡെ, അതുപോലെ തന്നെ കാർമെലോ ഹെയ്സ്, നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റു ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ക്വാളിഫൈയിങ് മത്സരം. ഇങ്ങനെയുള്ള സെഗ്മെൻറ്റുകളും മത്സരങ്ങളും അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സെലീന വെഗ ചെൽസി ഗ്രീനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പം ആണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെൽസി ഗ്രീൻ പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന മണി ഇൻ ദ ബാങ്ക് ക്വാളിഫിക്കേഷൻ മത്സരത്തെ സംബന്ധിച്ചാണ്. തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസിൻ്റെ ക്വാളിഫയിങ് മത്സരമാണ്. ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് ജൂലിയ വേഴ്സസ് സെലീന വെഗ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫിക്കേഷൻ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജൂലിയ എന്ന റെസ്ലറുടെ സ്മാക്ഡൗണിൻ്റെ ഡെബ്യൂ മത്സരം കൂടിയായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഷാർലറ്റ് ഫ്ലെയർ വിജയിക്കുമെന്നാണ്. എന്നാൽ സെലീന വെഗയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജൂലിയ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജൂലിയ കൂടി വിജയിക്കുന്നതോട് കൂടി 4 വുമൺ റെസ്ലേഴ്സ് മണി ഇൻ ദ ബാങ്കിലേക്ക് ഇപ്പോൾ ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അലക്സിയ ബ്ലിസ്, ജൂലിയ, റിയ റിപ്ലി, റോക്സിനി പെരസ്, ഇങ്ങനെ 4 പേരാണ് ഇപ്പോൾ മൊത്തത്തിൽ റോയിൽ നിന്നും സ്മാക്ഡൗണിൽ നിന്നും ക്വാളിഫൈ നേടിയിട്ടുള്ളത്. ഇനി മെൻസ് ലാഡർ മത്സരത്തിൻ്റെ ക്വാളിഫിക്കേഷൻ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് ഷിൻസ്കെ നാക്കമോറ വേഴ്സസ് LA നൈറ്റ് തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ അലിസ്റ്റർ ബ്ലാക്ക് പിൻഫോളിലൂടെ വിജയിക്കാൻ പോകുന്ന സമയത്ത് ബ്ലാക്കിനെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് LA നൈറ്റ് അവസരം യൂട്ടിലൈസ് ചെയ്ത് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അങ്ങനെ LA നൈറ്റും കൂടി ക്വാളിഫൈ നേടുന്നതോട് കൂടിയിട്ട് LA നൈറ്റും സോളസിക്കോവയുമാണ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത്. ബാക്കി 4 റെസ്ലേഴ്സിന് ഇനി വരുന്ന റോ സ്മാക്ഡൗൺ വീക്ക്ലി എപ്പിസോഡിലൂടെ ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെടും. 4ാമത്തെ അപ്ഡേറ്റ് നാളെ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡ് എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. പുലർച്ചെ 5:30 മുതൽ ഇന്ത്യയിൽ ലൈവ് ആരംഭിക്കുന്ന ഈ ഒരു ഷോ ഈ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ലൈവായി കാണാൻ സാധിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു സാധ്യതയുള്ളത് വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എങ്ങനെ ലഭിക്കും? അതിന് ഒരു വാട്സപ്പ് ചാനലിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വാച്ച് റെസ്ലിംഗ് വെബ്സൈറ്റുകളുടെ ലിങ്ക് ലഭിക്കും. അതിലൂടെ നാളത്തെ ഷോ ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പല്ല, വാട്സപ്പ് ചാനലാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മാക്സിമം എല്ലാവരും ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഷോ ലൈവായി കാണാൻ ശ്രമിക്കുക. 5ാമത്തെ അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചാണ്. ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി കുറച്ചും കൂടി കിടിലനായിട്ട് അവർ ഇന്നത്തെ സ്മാക്ഡൗണിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ജേക്കബ് ഫാറ്റു, അതുപോലെ തന്നെ ജെസി മെറ്റായോ എന്ന് പറയുന്ന റെസ്ലർ, ഇവർക്ക് തമ്മിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് നിലവിൽ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ജെസി മെറ്റായോ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ കൂടെ സോളസിക്കോവ നിൽക്കുന്നതും ജേക്കബ് ഫാറ്റുവിന് അത് തീരെ താല്പര്യമില്ലാത്ത രീതിയിലേക്കുള്ള മുഹൂർത്തങ്ങൾ കാണിക്കുന്നതുമായിട്ടാണ് സ്റ്റോറി ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിന് പ്രകാരം നമുക്ക് ഇന്നൊരു ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. ഇവരുടെ എതിരാളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് റയ ഫിനിക്സും അതുപോലെ തന്നെ ജിമ്മി ഊസോയുമാണ്. പക്ഷേ ജെസി മെറ്റായോ, ജേക്കബ് ഫാറ്റു മത്സരത്തിൻ്റെ അവസാനം ഒരു നല്ലൊരു ടാഗ് ടീം കോമ്പിനേഷൻസ് ഉള്ള ഒരു ടാഗ് ടീം പോലെയുള്ള ചില ഒരു രംഗങ്ങളാണ് അവർ കാണിച്ചത്. തുടക്കത്തിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷനും ചെറിയ ചെറിയ ഈഗോ ക്ലാഷും കാണിച്ചു എന്നുണ്ടെങ്കിലും അവസാനമാകുമ്പോൾ ഇരുവരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മത്സരം അവർക്ക് വിജയിക്കാവുന്ന രീതിയിലേക്ക് എത്തിച്ചു. സോളസിക്കോവയുടെ ഡിസ്ട്രാക്ഷൻ തന്നെയാണ് മത്സരത്തിൽ ഈ ബ്ലഡ് ലൈൻ ടീം വിജയിക്കാനുള്ള കാരണം. എന്തായാലും ബ്ലഡ് ലൈനിൽ എന്തായാലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് പറയാൻ സാധിക്കുമെങ്കിലും അവർ ഒന്ന് സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോറിയാണ് സ്മാക്ഡൗണിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള
പറയാനുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ വയറ്റ് 6ൻ്റെ തിരിച്ചറിവിനോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 2 ദിവസം മുൻപത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു മെയ് 23-ാം തീയതി, അതായത് സ്മാക്ഡൗൺ എപ്പിസോഡ് നടന്നത് മെയ് 23-ാം തീയതി അമേരിക്കൻ ഡേറ്റ് ആണ്. അപ്പോൾ അത് വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് ബ്രേ വൈറ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് വയറ്റ് 6 തിരികെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലും കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻറ്റിൽ നടന്ന ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ സ്ട്രീറ്റ് പ്രോഫിറ്റ്, ഫ്രാക്സിയം എന്ന നമ്പർ 1 കണ്ടൻഡേഴ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ്, DIY തുടങ്ങിയവരുടെ ഒക്കെ ഒരു ഇൻ്റർഫിയറൻസ് നടക്കുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വയറ്റ് 6ൻ്റെ ഒരു അപ്പിയറൻസ്. വയറ്റ് 6 വന്ന് എല്ലാ ടീമിനെയും ബ്രൂട്ടലായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ക്ലോസിംഗ് ഷോട്ടിൽ ബ്രേ വൈറ്റിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ബോഡാലസ് ആ ഒരു കേക്കിലേക്ക് ഇങ്ങനെ ഒരു ഊതി ആ ഒരു തീ കെടുത്തുന്നതും സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നതുമായിട്ടുള്ള ഒരു ക്ലോസിംഗ് ഷോട്ടാണ് അവർ കാണിച്ചത്. അപ്പോൾ ബ്രേ വൈറ്റിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു എപ്പിസോഡ്, വയറ്റ് 6ൻ്റെ തിരിച്ചുവരവ്, അങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ബ്രേ വൈറ്റിൻ്റെ ട്രിബ്യൂ എന്നുള്ളൊരു രീതിയിൽ പോലും അവർ ഇന്നത്തെ സ്മാക്ഡൗണിന് കൊടുത്തിട്ടുള്ളത്. വയറ്റ് 6 തിരികെ വരുന്നത് ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിലുള്ള ഇനിയുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളും അവരുടെ ഭാവി എന്ത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകും. അപ്പോൾ ടാഗ് ടീം മത്സരങ്ങളിലേക്കാണ് അവർ തിരികെ വന്നിട്ടുള്ളത്. ടാഗ് ടീം മത്സരം മാത്രമായിരിക്കില്ല, ബോഡാലസിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടായിരിക്കും. അലക്സ ബ്ലിസിൻ്റെ കൂടെയുള്ള ഇവരുടെ സെഗ്മെൻറ്റുകളും നമുക്ക് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കാണാൻ സാധിച്ചേക്കാം. സ്മാക്ഡൗൺ എപ്പിസോഡ് കൊള്ളാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.